Hey guys, welcome to Dreamshare. അപ്പോൾ ഇന്ന് നമ്മൾ പോണത് ലണ്ടനിലത്തെ വൺ ഓഫ് ദി ലാർജസ്റ്റ് കാർണിവലായ നോട്ടിംഗ് ഹിൽ കാർണിവൽ കാണാനാണ്. ബാക്കി എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും അപ്പോൾ ഓൺ ദ വേ ജോയിൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് എന്തായാലും കാർണിവൽ കണ്ടിട്ട് വരാം. എൻ്റെ വീട്ടിൽ നിന്ന് ഒരു 2-3 ട്രെയിൻ കയറിയിട്ട് വേണം അങ്ങോട്ട് പോവാൻ. അപ്രോക്സ് ഒരു 1 hour എടുക്കുക. സംഭവം കാർണിവൽ തുടങ്ങിയിട്ട് ഇപ്പോൾ 1 week-ആയി. ഇന്നാണ് ലാസ്റ്റ് ഡേ. അതുകൊണ്ട് തന്നെ ഇന്ന് ഇവിടെ ബാങ്ക് ഹോളിഡേ കൂടിയാണ്. അപ്പോൾ ഇന്ന് രാവിലെ തൊട്ടേ പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ പോണത് വൈകിട്ടാണ്. അപ്പോഴേക്കും പരിപാടിയൊക്കെ കഴിഞ്ഞ് ആളൊഴിഞ്ഞ പുരപ്പറമ്പാണോ കാണുക എന്നുള്ളത് അറിയില്ല. എന്തായാലും പോയി നോക്കാം. അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനെത്തി. ട്രെയിൻ വരുന്നുണ്ട്. അങ്ങനെ നമ്മുടെ പിള്ളേരുപാടേനൊക്കെ നമുക്ക് വഴിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് ട്രെയിനിൽ. ഇനി ഇക്കാകയും കൂടി എത്താനുണ്ടായിരുന്നു ജോലി കഴിഞ്ഞിട്ട്. അപ്പം നമ്മൾ ആൾക്ക് വേണ്ടിയിട്ട് നെക്സ്റ്റ് സ്റ്റോപ്പിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ അവസാനം നമ്മൾ പരിപാടി നടക്കുന്ന സ്റ്റേഷനിൽ എത്തി. അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു, ഫുൾ വേ മൊത്തം. പിന്നെ മൊത്തം പോലീസുകാരും സെക്യൂരിറ്റീസും ഒക്കെ ആയിട്ട് അവിടെ നല്ല റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ടാപ്പ് ഔട്ട് ചെയ്ത് സ്റ്റേഷനിൽ നമ്മൾ ഇറങ്ങിയിട്ട് റോഡിലെത്തി. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ കാർണിവൽ കാണാൻ വരുന്നത്. പക്ഷെ നമ്മുടെ കൂടെ ഉള്ളവരൊക്കെ ലാസ്റ്റ് ഇയറും വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അവർക്ക് ഇവിടുത്തെ വഴികളെ കുറിച്ചും പരിപാടികളെ കുറിച്ചൊക്കെ ഒരു ഐഡിയ ഉണ്ടായിരുന്നു. അപ്പൊ അവര് നയിച്ച വഴിയിലൂടെയാണ് നമ്മളൊക്കെ നടന്നിരുന്നത്. ഇവിടെ ഫസ്റ്റ് തന്നെ കണ്ട കാഴ്ച സ്ട്രീറ്റിൽ ജീസസ് ക്രൈസ്റ്റിനെ പ്രൈഡ് ചെയ്തിട്ട് ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടൊക്കെ ആൾക്കാർ നിൽക്കുന്നുണ്ടായിരുന്നു. അത് കേട്ട് കുറച്ച് പേര് ഇങ്ങനെ റോഡിൽ അവിടെ ഇവിടെ ആയിട്ട് ഇരുന്നിരുന്നു. പിന്നെ റോഡ്സിന്റെ കോർണറിലായിട്ട് ഇതുപോലെ ചെറിയ ഡാൻസ് ഒക്കെ നടന്നിരുന്നു. അത് എൻജോയ് ചെയ്ത് കുറച്ച് പേരൊക്കെ അവിടെ ഇങ്ങനെ നിന്ന് ഡാൻസ് ഒക്കെ കളിച്ചിരുന്നു. അതൊക്കെ കണ്ടു കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ദൈവം ഈ ടവല് കെട്ടിയതിന് ഇവിടുത്തെ പോലീസുകാർ വന്നിട്ട് പറഞ്ഞു ഫേസ് കവർ ചെയ്യരുത്, ഇന്ന് കാർണിവലായ കാരണം നോ മാസ്കസ് ഓൺ യുവർ ഫേസ് എന്ന്. പിന്നെ നടന്നു പോകുമ്പോൾ റോഡിൽ ഇവർ റൗണ്ടിൽ നിന്നിട്ട് ചെണ്ടൊക്കെ കൊട്ടുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലത്തെ പൂരത്തിന് നാടോടികളൊക്കെ ചെയ്യണ പോലെ എനിക്ക് തോന്നി ഇത് കണ്ടപ്പോൾ. പക്ഷെ ഇത് ഇവിടെ ഉള്ളവർ തന്നെയായിരുന്നു. അങ്ങനെ നമ്മൾ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഓരോ സ്ട്രീറ്റിൽ എത്തി തുടങ്ങി. ഇങ്ങനെ എല്ലാ സ്ട്രീറ്റിലും ആൾക്കാർ കൂടി നിന്ന് വലിയ വണ്ടികൾ പോകുക, അതിൻ്റെ പിന്നിലായിട്ട് റാലി പോലെ ഡാൻസൊക്കെ കളിച്ച് ആൾക്കാർ പോവുക. അതൊക്കെയായിരുന്നു അന്ന് പോയപ്പോൾ കണ്ടിരുന്നത്. ഇപ്പം തന്നെ ഇതിൽ കൂടെ വന്നുകൊണ്ടിരിക്കുന്നത് പാട്ടൊക്കെ വെച്ചിട്ടുള്ള ഒരു ഫുഡ് ട്രക്കായിരുന്നു. അങ്ങനെ അവരൊക്കെ പോയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വീണ്ടും അവിടെ നിന്ന് നടന്നു തുടങ്ങി അടുത്ത സ്പോട്ട് പിടിക്കാൻ. ഞങ്ങളെല്ലാവരും കൂടി പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ നടന്ന് ഓരോ സ്ട്രീറ്റിലേക്ക് മാറി മാറി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ പിന്നെ ഞങ്ങൾ എത്തിയത് കുറേ ഫുഡ്സൊക്കെ ഉള്ള സ്റ്റാളുകളും ഒക്കെ ആയിട്ടുള്ള ഒരു സ്ട്രീറ്റിലേക്കായിരുന്നു. ഇവിടെ സൈഡിലൊക്കെ ആയിട്ട് പിന്നെ ചില ഗെയിമിംഗ് സ്റ്റാളുകളും പിന്നെ ഡ്രിങ്കിങ് സ്റ്റോൾസും ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഈ വീഡിയോയിലൊക്കെ ഇടയ്ക്ക് വന്നിങ്ങനെ ബ്ലാ 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 അടിച്ചിട്ട് കാര്യമില്ലല്ലോ. ഞാൻ നിങ്ങൾക്ക് ഇതൊക്കെ ഓൺ സൗണ്ടിൽ തന്നെ കാണിച്ചു തരാം, സ്ട്രീറ്റിൽ കൂടെ വെറുതെ നടക്കണത്.
ഈ ചേച്ചിയുടെ ഡാൻസ് ഇതുവരെ കഴിഞ്ഞില്ലേ? താഴെ ഒന്നും സ്ഥലമില്ലാത്തോണ്ട് തോന്നുന്നു ആളെ എപ്പോഴും മേലെ നിന്ന് തന്നെ കളിച്ചായിരുന്നു. ഇവരുടെ ഡാൻസ് ഒക്കെ കണ്ട സ്ഥിതിക്ക് ഇനി നമ്മുടെ ഡാൻസ് ആവാൻ കുറച്ച്. വഴിയിലൊരു പാട്ട് കേട്ടപ്പോഴേക്കും നമ്മൾ തുള്ളി തുടങ്ങി. അങ്ങനെ നമുക്കറിയാൻ പാടില്ലാത്ത പാട്ടിനൊക്കെ സ്റ്റെപ്പൊക്കെ ഇട്ട് അവിടുന്ന് നമ്മൾ നൈസായിട്ട് നടന്നു തുടങ്ങി. വീണ്ടും നടന്നു എന്ന് പറയണത് ശരിയാവില്ല, കാരണം ഇങ്ങനെ തുള്ളി തുള്ളിയിട്ടാണ് നമ്മൾ പോയോണ്ടിരുന്നത്. ഇതേ നമ്മുടെ ബാക്കിലായിട്ട് വേറൊരു വണ്ടി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് വെയിറ്റ് ചെയ്ത് നിൽക്കായിരുന്നു ഞങ്ങള്.
ഡാൻസ് കളികൾക്ക് ശേഷം ഞങ്ങൾ വീണ്ടും അവിടുന്ന് നടന്നു തുടങ്ങി. പക്ഷെ എന്തായാലും സംഭവം നല്ല ഇഷ്ടമായി. നമ്മളെല്ലാവരും ഒന്നും അറിയാതെ ഇങ്ങനെ തുള്ളിക്കൊണ്ടിരിക്കുകയായിരുന്നു. നാട്ടിലത്തെ പൂരത്തിനൊക്കെയാണ് ആകെ ഈ വൈബ് കിട്ടുള്ളൂ. ഇവിടെ ഇപ്പോൾ ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ നല്ലൊരു സെറ്റായിട്ട് നമ്മൾ റോഡിലൊക്കെ നിന്ന് കളിക്കണേ. തുള്ളി കളിച്ച് നമ്മൾ പിന്നെ നേരെ ചെന്നത് മെയിൻ സ്പോട്ടിലേക്കാണ്. പിന്നെ നല്ല തിരക്കായി. എനിക്ക് എൻ്റെ ഫോൺ എടുക്കാൻ പറ്റാത്ത അത്രയും തിരക്ക് വന്ന്. അപ്പം ഞാൻ പിന്നെ ഫോൺ ബാഗിൽ നൈസായി വെച്ച് കറക്റ്റ് നമ്മുടെ തൃശ്ശൂർ പൂരത്തിൻ്റെ ഉള്ളിൽ കയറിയ അവസ്ഥ. അങ്ങനെ പരിപാടിക്കൊരു വിരാമമായി. പരിപാടി കഴിഞ്ഞു. ഇനി നമുക്ക് റിട്ടേൺ പോവാം. ഇനി അവസാനമായിട്ട് ഒരു വണ്ടിയും കൂടി ഇവിടെ വരാനുണ്ട്. അത് നോക്കി നിൽക്കുകയാണ്. നൈറ്റ് 9 മണിക്കായിരുന്നു പരിപാടി അവസാനിക്കുന്നത്. അതിൻ്റെ അടുത്തെത്താറായി സമയം. അപ്പം നമ്മൾ ഈ കലാശക്കൊട്ട് കൂടിയും കഴിഞ്ഞിട്ട് പോവാന്ന് വെച്ചിട്ട് ഇരിക്കുകയായിരുന്നു. അങ്ങനെ അതുകൂടി അവസാനിച്ചപ്പോൾ ഞങ്ങൾ പിന്നെ തിരിച്ച് സ്റ്റേഷനിലേക്ക് നടന്നു. അപ്പോൾ ഇത്രയൊക്കെയുള്ള കാർണിവൽ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ കൂടുതൽ ലണ്ടൻ വിശേഷങ്ങളായിട്ട് ഞാൻ വീണ്ടും വരാം.